ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് വിഷു സ്പെഷ്യൽ ഉണ്ണിയപ്പമാണ്. അപ്പക്കാരമൊന്നും ചേർക്കാതെ വളരെ നാടൻ രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഉണ്ണിയപ്പം അരച്ച ഉടനെ തന്നെ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടും പഞ്ഞി പോലിരിക്കുന്ന ഈ ഉണ്ണിയപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. ഉണ്ണിയപ്പം ഉണ്ടാക്കാനായി ഞാനിവിടെ 2 കപ്പ് പച്ചരി എടുക്കുന്നുണ്ട്. സാധാരണ ദോശയ്ക്ക് ഉണ്ടാക്കുന്ന പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പുഴുങ്ങലരി കൂടി നമ്മൾ എടുക്കുന്നുണ്ട്. 2 കപ്പ് പച്ചരിക്ക് 1/4 കപ്പ് പുഴുങ്ങലരി, അതായത് നമ്മൾ ചോറൊക്കെ വെക്കുന്ന മട്ട അരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി ഇനി ഒന്ന് കഴുകി കൊണ്ടുവരാം. അരിയൊക്കെ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നെകക്കനെ വെള്ളം ഒഴിച്ച് ഒരു 5 മണിക്കൂറെങ്കിലും നമ്മൾ ഇതൊന്ന് കുതിരാൻ വെക്കണം. ഇനി ഉണ്ണിയപ്പത്തിലേക്ക് ആവശ്യമായി 3 പാളയംകോടൻ പഴം ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ചെറിയ പഴമായതുകൊണ്ടാണ് 3 എടുത്തത്. വലിയ പഴമാണെങ്കിൽ നിങ്ങൾ 2 എടുത്താലും മതിയാവും. അതേപോലെ തന്നെ 1 കപ്പ് ശർക്കര ഉരുക്കിയത് എടുത്തിട്ടുണ്ട്. 300 ഗ്രാം ശർക്കര ഒരൽപ്പം വെള്ളം ഒഴിച്ച് നന്നായി ഉരുക്കി അരിച്ചെടുത്തതാണ്. ഇതിപ്പോ അരി കുതിരാൻ വെച്ചിട്ട് 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അരിയൊക്കെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിനി നമ്മൾക്ക് വെള്ളം കളഞ്ഞെടുത്തു കൊണ്ടുവരാം. ഇനി ഈ കുതിർത്ത അരി നമ്മൾക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോ അരിയെല്ലാം ഞാൻ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 ഏലക്കയുടെ അരി ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് ഏലക്കാപ്പൊടി വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 3 ചെറുപഴം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര പാനിയിൽ നിന്നും 1/4 കപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇവിടെ വെള്ളം ഒഴിച്ചല്ല അരി അരയ്ക്കുന്നത്, ഇതുപോലെ ശർക്കര ഉരുക്കിയത് ഒഴിച്ചാണ്. ഇനി ഇത് നന്നായി ഒന്ന് അരച്ചു കൊണ്ടുവരാം. ഒരുപാട് നൈസായിട്ട് അരയ്ക്കാതെ ചെറു തരിയോട് കൂടി വേണം അരച്ചെടുക്കാൻ. ഉണ്ണിയപ്പക്കൂട്ട് ഇവിടെ അരച്ചെടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഉണ്ണിയപ്പത്തിന് നല്ലൊരു മയം കിട്ടാൻ സഹായിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന ആ 1/4 കപ്പ് ശർക്കര ഉരുക്കിയതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് അരച്ചെടുത്തു കൊണ്ടുവരാം. അരച്ചെടുത്തു കൊണ്ടുവന്നിരിക്കുന്ന ഉണ്ണിയപ്പ മാവ് നമ്മൾക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ളും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ തേങ്ങാക്കൊത്ത് ചെറുതായി നുറുക്കിയതിന് ശേഷം നെയ്യിൽ വഴറ്റിയെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നില്ല. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. എനിക്കിവിടെ ഉണ്ണിയപ്പക്കൂട്ട് കുറച്ച് കട്ടിയിലാണ് ഇരിക്കുന്നത്. നമ്മൾക്കിത് കുറച്ചുകൂടി ഒന്ന് ലൂസാക്കി എടുക്കാനുണ്ട്. എന്നാൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം കിട്ടൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉണ്ണിയപ്പക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളുടെ ദോശമാവിന്റെയൊക്കെ ഒരു പാകത്തിന് വേണം ഇതുപോലെ എടുക്കാനായിട്ട്. ഇതിനി നമ്മൾ ഫെർമെന്റ് ആവാൻ വെക്കുന്നൊന്നുമില്ല, ഇപ്പൊ തന്നെ ചുട്ടെടുക്കാവുന്നതാണ്. നമ്മൾ പുഴുങ്ങലരിയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം കിട്ടും. ഉണ്ണിയപ്പക്കാര ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഓരോ കുഴിയിലേക്കും നമ്മൾക്ക് ഒരൽപ്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇത് അപ്പത്തിന് നല്ലൊരു സ്വാദ് കിട്ടാനാണ് ഇങ്ങനെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ചേർത്ത് കൊടുക്കാം. ഇപ്പോ എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഓരോ കുഴിയിലേക്കും ഉണ്ണിയപ്പം മാവ് ചേർത്ത് കൊടുക്കാം.
ഒഴിച്ചൊന്ന് പാകമായി വരുമ്പോൾ നമ്മൾക്ക് ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോ അടിഭാഗം നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ ഭാഗവും കൂടി നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോ ഉണ്ണിയപ്പം രണ്ടു ഭാഗവും നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും.